ഈ ആഴ്ച ഒരാൾ എന്നോട് ദാറുൽ ഖുർആൻ വന്നിട്ട് ചോദിച്ചു, നിസ്കരിക്കാത്ത ത്വരീഖത്തുണ്ടോ? നല്ല കൂട്ടരാണ്, ഉഷാറാണ്, പക്ഷെ നിസ്കരിക്കൂല. ഉറപ്പിച്ചാളാ കൂടണ്ട. കാരണം അവസാനത്തെ വക്തും നിസ്കരിച്ച് വഫാത്തായ മനുഷ്യൻ്റെ അനുയായിയാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചോ പേച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അല്പം നിസ്കരിച്ചിട്ടുണ്ടാവാതിരിക്കാൻ ആ വ്യക്തിക്ക് അതിൻ്റെ കാരണം ഉണ്ടാവും. ഒരു പ്രസ്ഥാനത്തിന് നിസ്കരിക്കാതിരിക്കാൻ കാരണമില്ല. മനസ്സിലായില്ലേ? ഒരു വ്യക്തി ആ വ്യക്തി അതിന് കാരണം ഉണ്ടാവും. അക്കൽ പോയതായിരിക്കാം, പലത്തെ കാരണമായിരിക്കാം. ഒരു വ്യക്തി ഒരു വ്യക്തി നിസ്കരിക്കാതിരിക്കുന്ന ആ വ്യക്തിക്ക് എന്തോ കാരണം ഉണ്ടാവും, പക്ഷെ പ്രസ്ഥാനത്തിന് കാരണമല്ല. നിസ്കരിക്കാത്ത ത്വരീഖത്ത് കാരണം അതൊക്കെ പിഴച്ച ത്വരീഖത്തുകൾ മാത്രമാണ്. അവരെ കൂട്ടത്തിൽ കൂടിപ്പോകരുത്. അള്ളാഹുവിൻ്റെ ഹബീബ് സമൂഹത്തിൽ പരക്കെ വിതരണം ചെയ്തത് ശരീഅത്താണ്, ത്വരീഖത്തല്ല. ശരീഅത്തിനേക്കാളും ത്വരീഖത്തിനെ മുന്തിക്കാൻ പാടില്ല. അടിസ്ഥാനം എന്നത് ശരീഅത്താണ് ദീന്. ഇത് ത്വരീഖത്ത് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ ത്വരീഖത്ത് കിട്ടിയില്ലെങ്കിൽ വരാൻ പോണം. ത്വരീഖത്തില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു എന്നൊക്കെ പറഞ്ഞ പമ്പര വിഡ്ഢികളുണ്ട്. അവരൊക്കെ പിഴച്ച കള്ളവാദികൾ മാത്രമാണ്. അടിസ്ഥാനം ശരീഅത്താണ്. ത്വരീഖത്ത് കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ത്വരീഖത്തുകാരുണ്ട്. അക്കൂട്ടത്തിൽ ഞാനില്ല. എനിക്ക് അടിസ്ഥാനം ശരീഅത്താണ്. ത്വരീഖത്ത് ഉണ്ടായാൽ അൽഹംദുലില്ലാ, അതൊരു പപ്പടം പോലെയാണ്. ചോറ്റയ്ക്ക് പപ്പടം കൂടി കിട്ടിയാൽ നല്ലതാണ്. നല്ല പപ്പടം, ഉഴുന്ന് പപ്പടമാണ്, പൊറാട്ട പപ്പടാകരുത്. ത്വരീഖത്തുകൾ പപ്പടം മാത്രമാണ്. അത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് ഞാൻ പറയാണ്. നല്ലതാണ്, പക്ഷെ ആദ്യം എന്തുറപ്പിക്കണം? ശരീഅത്താണ് ദീന്. അത് അടിസ്ഥാനമാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനൊത്ത ത്വരീഖത്ത് കൂടിക്കോ, നല്ലതാണത്. ത്വരീഖത്തുകൾ നല്ലതല്ലേ, 100% നല്ലതാണ്. പക്ഷെ നിനക്ക് എന്ത് വേണം? ശരീഅത്ത് വേണം. അല്ലാഹുവിൻ്റെ റസൂൽ എല്ലാവരോടും ചെയ്യാൻ കൽപ്പിച്ചത് എന്താണ്? ശരീഅത്ത്. ഇപ്പം നമ്മളൊരാൾ ഇവിടെ ഒരു വീട്ടുകാർ ഒരു ത്വരീഖത്ത് കൂടിയിട്ടില്ലെങ്കിൽ നമ്മളൊന്നും പറയില്ല. അതേസമയത്ത് നിസ്കരിക്കൂലെങ്കിൽ ആ വീട്ടിലേക്ക് നമ്മൾ പോകില്ല, ഒന്നും പച്ചവെള്ളം കുടിക്കൂല. സത്യമല്ലേ? കാരണം അവർക്ക് എന്തില്ല? ശരീഅത്തില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ശരീഅത്താണ്. ഞാനൊരു ആരിഫായ മനുഷ്യനെ ഞാൻ തേടിപ്പോയി. അത് 10-15 കൊല്ലം മുമ്പാണ്. അവർ ആരിഫ് തന്നെ, വലിയ മഹാൻ തന്നെയാണ്. മഗ്‌രിബിയുടെ നേരം അങ്ങനെ ആ മഹാന്റെ അടുത്ത് ഞാൻ എത്തിയപ്പോൾ വലിയ മഹാൻ തന്നെ കേട്ടോ, വലിയ ആളാണ്. മഗ്‌രിബിയുടെ ഭാഗം ഇങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ അവരെ പഠിക്കലെത്തുമ്പോഴാണ് എന്ത് ചെയ്യണത്? മഗ്‌രിബിന് ഭാഗം കൊടുക്കുന്നത്. മഗ്‌രിബിന് ഭാഗം കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 15 കൊല്ലം മുമ്പാണ്. അപ്പം ആ മഹാൻ ഇങ്ങനെ ഒരു കട്ടിൽ കിടക്കുക, അപ്പുറത്തിപ്പുറത്തെ ആളുകൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞത്, ആ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെന്നപ്പോൾ അവരുടെ ഖാദിമിനെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന് നിസ്കരിക്കേണ്ടി വരും, നിസ്കരിക്കാൻ വേണ്ടി അപ്പുറത്ത് സൗകര്യം ചെയ്തു കൊടുക്കുകയും. അപ്പോൾ ഒരു സംഘം ആളുകൾ എന്തുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഉറപ്പാണ് പോലും നിസ്കരിച്ചിട്ടില്ല. കാരണം നിസ്കരിക്കാൻ അവിടെ എന്തായിട്ടില്ല. നേരെ അതിനെപ്പറ്റി എനിക്കറിയൂല, ഞാനവിടെ കുറ്റം പറയണമില്ല. പിൽക്കാലത്ത് എവിടെയോ ഒരു പ്രസംഗത്തിൽ ഞാൻ കുറ്റം പറയുന്നുണ്ട്, അതെനിക്കറിയില്ല. ഇപ്പം ഞാൻ ഖേദിച്ചു പോകണമെങ്കിൽ എനിക്കതിനെ പറ്റി അറിയില്ല, അല്ലാഹു അഅലം. അതേസമയത്ത് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് മുസല്ലട്ട് തരാൻ വേണ്ടി പറഞ്ഞു, ഞാൻ നിസ്കരിക്കുകയും ചെയ്തു. അതേ ഈ സമയത്ത് ഒരു സംഘം ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കുന്നുണ്ട്, നിസ്കരിക്കാതിരിക്കുന്നുണ്ട്. ഞാനവരെ കുറ്റപ്പെടുത്തി പ്രസംഗിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. ഈ മഹാനല്ല, ആ മഹാന് എന്നെ നിസ്കരിച്ചിട്ടില്ല, അതായത് നിങ്ങളെന്തിനാണ് അവിടെ അന്തം വിട്ടിരുന്നത് എന്ന് ഞാൻ പിന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തൊക്കെ ഞാൻ ഖേദിച്ച് മടങ്ങാൻ എനിക്കതിനെ പറ്റി അറിയില്ല, അല്ലാഹു അഅലം. അവരെ ഹളറത്തിലാവുമ്പോൾ എന്താ എനിക്കതിനെ പറ്റി അറിയില്ല. എനിക്കാ ശരിയത്തെ അറിയണ്ടേ? എനിക്കതിനെ പറ്റി എനിക്കതിനെ പറ്റി അറിയില്ല. ഞാൻ ചെന്ന ഉടനെ തന്നെ ഈ മഹാനാണ് ഖാദിമിനോട് പറയണത്, അവിടെ പിന്നെ അവർക്ക് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പായിട്ട് കൊടുക്ക്, നിസ്കരിക്കാൻ ഒളു കൊടുക്കാൻ വെള്ളം കൊടുക്ക്. അങ്ങനെ ഞാൻ പോയി ഒളു കൊടുത്ത് അവിടെ നിസ്കരിച്ചു. അവരോട് ദ്വാരക്കാനും പറഞ്ഞു പോന്നു. അദ്ദേഹം വലിയ മഹാൻ തന്നെയാണ്, 100% മഹാനാണ്. ഞങ്ങൾ വർത്താനം പറയണ്ട.